ഈ കെ എ തുളസിക്ക് പകരം വയനാട് നിന്ന് IC ബാലകൃഷ്ണൻ ചിലപ്പോൾ 2.5 വർഷം കഴിഞ്ഞാൽ മന്ത്രിയാകും. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ടി സിദ്ദിഖ് മന്ത്രിയായിട്ട് തുടരുമോ? ചിലപ്പം 2.5 വർഷം കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന 1-2 പേരിനപ്പുറം ഒരു 4-5 പേർ മാറുന്ന രീതിയിലൊരു പുനഃസംഘടന വരെ വേണമെങ്കിൽ വന്നുകൂടാഴിയില്ല. കാരണം ഇപ്പം തന്നെ മന്ത്രിസ്ഥാനം കിട്ടാതെ പോയ പലരുണ്ട്. N ശക്തനെ പോലെ മുതിർന്ന നേതാവാണ്, മന്ത്രിയാകാൻ പറ്റിയില്ല. തിരുവഞ്ചൂർ മന്ത്രിയാകാൻ അതിയായി മോഹിച്ചു, ഒന്നും നടക്കാഞ്ഞിട്ട് ലാസ്റ്റ് സ്പീക്കറായി. ഷാനിമോൾ ഉസ്മാൻ്റെ കാര്യത്തിൽ ഷാനിമോൾ ഉസ്മാനെ മന്ത്രി സ്വാഭാവികമായിട്ട് അവരുടെ സീനിയോറിറ്റി അനുസരിച്ച് അവർക്ക് മന്ത്രിയാണ്ടായിരുന്നു. പലവിധ കാരണങ്ങൾ കൊണ്ട് നടക്കാതെ വന്നപ്പം ഒടുവിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് അങ്ങനെ വന്നു. അങ്ങനെ അപ്പോൾ ആലപ്പുഴയ്ക്ക് 2 മന്ത്രിയും ഒരു ഡെപ്യൂട്ടി സ്പീക്കർ എന്ന രീതിയിൽ അക്കോമഡേഷൻ വന്നു. കണ്ണൂരിൽ നിന്ന് ഒരാളും, അതുപോലെ തന്നെ കോട്ടയത്ത് നിന്ന് ഒരു സ്പീക്കറും മന്ത്രി മോൻസ് വന്നു. തിരുവനന്തപുരത്ത് 2 ആൾ, ആലപ്പുഴയിൽ നിന്ന് പറഞ്ഞു. അതുപോലെ കൊല്ലത്ത് നിന്ന് 3 പേര്, മലപ്പുറത്തു നിന്നും എറണാകുളത്ത് നിന്ന് 4 പേര്. ലോട്ടറി അടിച്ച ഈ 2 ജില്ലയാണ്. മലപ്പുറത്ത് 3 പേര് ലീഗിൽ നിന്നും, ഒരാൾ കോൺഗ്രസ് നിന്ന് AP അനിൽകുമാർ. എറണാകുളത്താണ് മുഖ്യമന്ത്രിയും 3 മന്ത്രിമാരും. ഈ 2 ജില്ലയാണ് ശരിക്കും മന്ത്രിസ്ഥാനങ്ങളിൽ സ്കോർ ചെയ്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ റീജിയൽ ബാലൻസിങ്ങിൽ ഏറ്റവും വലിയ പ്രശ്നം സമീപകാലത്ത് കോൺഗ്രസും UDF നേരിടുക കോഴിക്കോടത്തൊരു മന്ത്രി ഇല്ലായിരുന്നുള്ളതാണ് അത് സംഭവിക്കുന്നത്.